ഹായ് നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് റെഡ്മിയുടെ നോട്ട് 13 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2024 ഏറ്റവും ആദ്യത്തെ ബിഗ് ലോഞ്ചാണ് റെഡ്മി നോട്ട് സീരീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും നോട്ട് സീരീസ് ഇപ്പോൾ ലോഞ്ച് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ടെക് എന്തൂസിയാസ്റ്റ് എല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിനെ നോക്കി കാണുന്നത്. അപ്പോൾ 3 സ്മാർട്ട് ഫോൺസാണ് റെഡ്മി ലോഞ്ച് ചെയ്തിട്ടുള്ളത്: നോട്ട് 13, 13 പ്രോ, 13 പ്രോ പ്ലസ്. അപ്പോൾ ഈ 3 സ്മാർട്ട് ഫോണിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കാം, റെഡ്മി നോട്ട് 13. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. 3 കളർ വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്: സ്റ്റെൽത്ത് ബ്ലാക്ക്, പ്രിസം ഗോൾഡ്, ആർട്ടിക് വൈറ്റ് എന്നീ 3 കളർ വേരിയൻസിൽ. ചിപ്സെറ്റ് വരുന്നത് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 6080 ആണ്. 6nm ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്സെറ്റാണ്. അത്യാവശ്യം ഒരു നോർമൽ യൂസിന് കൊള്ളാവുന്ന ഒരു ചിപ്സെറ്റാണ്. ഇനി മെമ്മറിലേക്ക് വരുന്ന സമയത്ത് 6GB റാം വേരിയൻറ്റ്, 8GB 12GB വേരിയൻറ്റ് വരുന്നുണ്ട്. LPDDR4X റാമാണ്. UFS 2.1 സ്റ്റോറേജ് ആണ്. ഡിസ്പ്ലേക്ക് വരുന്ന സമയത്ത് 94% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ഈ 3 സ്മാർട്ട് ഫോൺസിലും 94% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റേ ബെസൽസ് ഒക്കെ വളരെ തിന്നായിരിക്കും. അതേപോലെ ഈ ഒരു ഡിവൈസിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതേപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് IP54 റേറ്റഡ് ആണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദ ബോക്സ് നിങ്ങൾക്ക് 33 വാട്ടിൻ്റെ ചാർജറും കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 108 MP പ്രൈമറി, 8 MP, അതേപോലെ തന്നെ ഒരു 2 MP, പിന്നെ 16 MP ഒരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല ക്യാമറയ്ക്കകത്തിൽ, അത് ഞാൻ പറയാം. പിന്നെ ഇതിൽ 3.5mm ജാക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ റെഡ്മി നോട്ട് 13 പ്രോ പ്ലസിലേക്ക് വരുന്ന സമയത്ത് 3.5mm ജാക്ക് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്, ഡുവൽ മൈക്രോഫോൺ ഉണ്ട് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് 13 ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവറോൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം പറയേണ്ട ഒരു കാര്യമുണ്ട്: പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6128-ന് 18,000 രൂപയാണ്. 18,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. സോ 18,000 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും. എനിക്കൊന്ന് ഓഫർ പ്രൈസിൽ ഏതാണ്ട് 16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും. ഇത് 16,000 രൂപയ്ക്കും വെറുത്തല്ല. നിങ്ങൾക്കൊരു 15 രൂപയ്ക്ക് അകത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. ഈ സ്പെസിഫിക്കേഷൻസൊക്കെ ഒരു നോർമൽ സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസൊക്കെയാണ്. ഞാൻ പറഞ്ഞത് 15,000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കോ, നിങ്ങൾക്ക് അത്യാവശ്യം വർത്തായിരിക്കും. അല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് നിങ്ങൾ നോക്കേണ്ട, നമുക്കത് വിടാം. നമുക്ക് റെഡ്മി നോട്ട് 13 പ്രോയിലേക്ക് വരാം. റെഡ്മി നോട്ട് 13 പ്രോ ആണ് ഈ 3 സ്മാർട്ട് ഫോൺസിൽ അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്നത്, ഇത് 3 കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ 13 പ്രോയിലേക്ക് വരുന്ന സമയത്ത് 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K റെസൊല്യൂഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 94% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതേപോലെ ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ 200+8+2 എന്ന് പറയുന്ന ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP ആണ്. ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. 4nm ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. LPDDR4X റാം വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. 5100 mAh ബാറ്ററി വരുന്നുണ്ട്. 67 വാട്ടിൻ്റെ ടർബോ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ IP54 ആണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 8+120GB 26,000 രൂപയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഓഫറിൽ എനിക്കൊന്ന് 24,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 24,000 രൂപയ്ക്ക് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്കൊരു 22,000 രൂപയ്ക്കൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 3 സ്മാർട്ട് ഫോണിൻ്റെയും ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ എന്ന് തോന്നും. ഒരു കിടിലൻ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്, അടിപൊളിയൊരു ഡിസൈനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ഞാൻ കുറേ ക്യാമറ സാമ്പിൾസ് നോക്കി. ഞാൻ അതുകൊണ്ട് എടുത്ത ലേറ്റ് ആയത്. ക്യാമറ സാമ്പിൾസ് ഞാൻ ഒരുപാട് നമുക്ക് ഈ റിവ്യൂ കാണുന്ന സമയത്ത് ഈ ഗൂഗിൾ ഡ്രൈവ് അറ്റാച്ച് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്, പല റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഫോട്ടോസിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ക്യാമറയുടെ സാമ്പിൾസ് നോക്കുന്നത്. അപ്പോൾ ആ ക്യാമറ സാമ്പിൾസ് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് റെഡ്മി കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ക്യാമറയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അത് 3 സ്മാർട്ട് ഫോണിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോട്ട് 13 പ്രോ പ്ലസിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടെ നോക്കാം. പ്രോ പ്ലസിലേക്ക് വരുന്ന സമയത്ത് ഒരു വീഗൻ ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ഒരു ഫ്യൂഷൻ പർപ്പിൾ കളർ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ വൈസ് നോക്കുന്ന സമയത്ത് 3 സ്മാർട്ട് ഫോണും പക്കയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നോട്ട് 13 പ്രോ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഡിസ്പ്ലേ കിടിലമാണ്. ഇതിൻ്റെ ഒരു ഫ്യൂഷൻ പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ ഒരു എല്ലാ യൂട്യൂബേഴ്സും ചെയ്തേക്കുന്ന വീഡിയോസ് ആ ഒരു സാധനത്തിൻ്റെയാണ്. അപ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര ലുക്കാണ്. പക്ഷെ ലുക്കിന് വേണ്ടി ഇത്രയും പൈസ കൊടുക്കാൻ പറ്റും. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് ആണ്. IP68 റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഈ സാധനം എടുത്തിട്ട് വീഡിയോയും പ്ലേ ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. നമ്മളെന്തായാലും വീഡിയോ കാണുന്നത് വെള്ളത്തിനകത്ത് ഇറങ്ങിയിരുന്നൊന്നുമല്ലല്ലോ. ഇറ്റ്സ് എ ഗുഡ് ഫീച്ചർ. പക്ഷേ
നമ്മൾ വർത്താണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. IP68 ആണോ നമുക്ക് വലുത്, അതോ ചിപ്സെറ്റ് ആണോ വലുത്, ബാക്കിയുള്ള കാര്യങ്ങളാണോ വലുത് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഇനി ഡിസ്പ്ലേക്ക് വരുന്ന സമയത്ത് 6.67 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇവിടെ 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ചിപ്സെറ്റ് Dimensity 7200 Ultra ആണ്. LPDDR5 RAM ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 0-100% എടുക്കാം. 19 മിനിറ്റ് ആണ് വരുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. 120 വാട്ടിൻ്റെ ചാർജർ നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും ക്യാമറ 200+, 8+2 ആണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലാണ്. ഓക്കെ, സോ ഓവറാൾ സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ പ്രൈസാണ് കോമഡി. 8GB 256GB 32,000 രൂപയാണ്. അതേപോലെ തന്നെ ഇതിൽ Android 13 ആണ് വരുന്നത്. HyperOS ഇതിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും Xiaomi തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഓവറാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള 3 സ്മാർട്ട് ഫോൺസാണ് Xiaomi ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 32,000 രൂപ കൊടുത്തൊന്നും ഈ സാധനം എടുക്കരുത്. നിങ്ങൾക്കൊരു 26-27 രൂപയ്ക്കൊക്കെ കിട്ടും ഈ സാധനം. കാരണം ഇതാരും എടുക്കത്തില്ല. എടുക്കാത്ത സമയത്ത് ഇവന്മാർ ഓഫറും മറ്റേ ഓഫർ ഇതേ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം സെയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സാധനം ഒരു 26,000-27,000 രൂപയ്ക്കൊക്കെ ഇത് വിൽക്കും. നിങ്ങൾ 32,000 രൂപ ബഡ്ജറ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും IQ Neo 7 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. 32,999 രൂപയ്ക്ക് ആമസോണിൽ അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. 8GB 128GB ആണെന്ന് തോന്നുന്നു. അത് ചെക്കൗട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാസം IQ Neo 9 Pro വരുന്നുണ്ട്. IQ Neo 9 Proയൊക്കെ ഒരു 35-40 റേഞ്ചിൽ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ ഈ റെഡ്മിയുടെ സ്മാർട്ട് ഫോൺ വിറ്റ് പോകത്തില്ല. 100% ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. അതേപോലെ നിങ്ങൾ പുതിയതായിട്ട് സ്മാർട്ട് ഫോൺ എടുക്കാനെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 4 മാസം വെയിറ്റ് ചെയ്യുക. 4 മാസത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ലോഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രം സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ റെഡ്മി നോട്ട് സീരീസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.